ഹലോ. 1967 ഡിസംബർ 3 മനുഷ്യകുലത്തിന് അത്ഭുതകരമായ ഒരു ദിനത്തിൻ്റെ, അത്ഭുതകരമായ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമായിരുന്നു. ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഡെനിസ് ഡാർവെൽ എന്ന 25 വയസ്സുകാരൻ്റെ ഹൃദയം ലൂയിസ് വാഷ്കെൻസി എന്ന 54-കാരന് മാറ്റിവെച്ചുകൊണ്ട് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് എന്ന വലിയ മനുഷ്യൻ ലോകത്തെ അത്ഭുതങ്ങളിലേക്ക് നയിച്ച ദിനമാണത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ആദ്യമായി നടന്നത് സൗത്ത് ആഫ്രിക്കക്കാരനായ ഈ ഡോക്ടറുടെ കരങ്ങൾ വഴിയാണ്. അത് വലിയൊരു ചരിത്രമായി അടയാളപ്പെടുത്തപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് എത്രയോ ഹൃദയങ്ങളാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്. എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങൾക്ക് അത് ആശ്വാസകരമായി മാറിയിട്ടുണ്ട്. വേദമൊഴികളുണ്ട് കേട്ടോ. നിന്റെ ശിലാതുല്യമായ ഹൃദയം മാറ്റി ഞാൻ അവിടെ മാംസളമായൊരു ഹൃദയം സ്ഥാപിക്കുമെന്ന് ദൈവം എസക്കിയേൽ എന്ന വലിയ പ്രവാചകനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഹൃദയം മനുഷ്യന്റെ എല്ലാ വികാരങ്ങളുടെയും ഇരിപ്പിടമാണ് എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ ഇന്ന് ആ ഹൃദയത്തിൽ എന്തുമാത്രം ഭാരങ്ങളും പേറിയാണ് ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. ആരോടും തുറക്കപ്പെടാത്ത ഹൃദയങ്ങളായി, ചിലപ്പോഴെങ്കിലും ആർക്കൊക്കെയോ അടിയറവ് വച്ച ഹൃദയങ്ങളായി, സങ്കടങ്ങളും ദുഃഖങ്ങളും ഏറെ പേറുന്ന ഹൃദയങ്ങളും ചുമന്ന് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മിൽ ഏറിയ പങ്കും. ഒരു ജീവിത നിരീക്ഷണമുണ്ട് കേട്ടോ. ഹൃദയത്തിൻ്റെ അറകൾ തുറക്കപ്പെടുമ്പോൾ എല്ലാം വിശുദ്ധവും നിർമ്മലവുമാകുന്നു. സംഗീതം പിന്നെ സ്വരസ്ഥാനങ്ങളുടെ സംഗമമോ സങ്കലനമോ അല്ല, പിന്നെയോ അദൃശ്യമായ ആത്മാവിൻ്റെ നെടുവീർപ്പുകളാകുന്നു. കവിതകൾ പ്രവചനങ്ങളാകുന്നു. പിന്നെ നിന്റെ ഓരോ കരചലനങ്ങളും ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകളും. പിന്നെ നീ ആത്മീയവാദിയോ സഞ്ചാരിയോ എന്നൊന്നും പറയണ്ട. മന്ത്രോച്ചാരണങ്ങളൊന്നും ആവശ്യമില്ല. ആകെ ചെയ്യേണ്ടത് ഹൃദയം തുറക്കുക എന്നത് മാത്രമാണ്. ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഒരാളോ ഒരിടമോ ഇല്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. നല്ല സൗഹൃദങ്ങളിലേക്കും പിന്നെ ദൈവവുമായുള്ള ബന്ധങ്ങളിലേക്കും തുറക്കപ്പെടുന്ന ഹൃദയങ്ങൾ അവികലമായ ശാന്തിയും സമാധാനവും അനുഭവിക്കും. മലമുകളിലിരുന്ന് നസ്രായൻ പഠിപ്പിച്ച വാക്യങ്ങൾ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? നിന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവത്തെ കാണാൻ നിന്റെ മിഴികൾ തുറക്കപ്പെടുന്നുവെന്നാണ്. ദൈവിക ദർശനത്തിൻ്റെ ഉത്സവത്തിലേക്ക് അത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നുവെന്നാണ്. മനുഷ്യരോടും ഹൃദയപൂർവ്വം ഇടപെടാനുള്ള കഴിവുകൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നന്മയും വിശുദ്ധിയുമൊക്കെ നിറയേണ്ട ഹൃദയങ്ങൾ കുടിലതയുടെ കൂടാരങ്ങളായി മാറുമ്പോൾ നമ്മൾ അടയ്ക്കപ്പെടുകയാണ്. ആ ഹൃദയം തുറക്കപ്പെടുമ്പോൾ മറഞ്ഞിരിക്കുന്നതെല്ലാം പൂർണ്ണ ശോഭയോടെ വെളിപ്പെടും. പിന്നെ നമ്മുടെ ജീവിതം നമ്മുടെ മാത്രം വിജയങ്ങൾക്കായുള്ള ആഗ്രഹങ്ങൾക്കപ്പുറം സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായി മാറണം. അപ്പോൾ നാം അറിയാതെ നമ്മൾ പൂർണ്ണതയിലേക്കും നന്മയിലേക്കും ഉയർത്തപ്പെടും. എൻ്റെയും നിൻ്റെയും അപരൻ്റെയും ജീവിതം സന്തോഷപൂർണ്ണമാകണമെങ്കിൽ ഹൃദയം തുറക്കണം. ഹൃദയം തുറക്കപ്പെട്ടുള്ള ഇടപെടലുകളും സംഭാഷണങ്ങളും ഉണ്ടാകണം. വൈരാഗ്യപൂർവമോ വിദ്വേഷപൂർവമോ ആരുടെയും മുൻപിൽ നമ്മുടെ ഹൃദയങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടാതിരിക്കട്ടെ. ഈ അടുത്ത കാലത്തായി സംഭവിച്ച ഹൃദയാഘാതങ്ങൾക്കെല്ലാം പ്രധാന കാരണമായി പറയുന്നത് മനുഷ്യൻ അനുഭവിക്കുന്ന ഹൈപ്പർ ടെൻഷൻ എന്നാണ്. എത്രത്തോളം ഭാരങ്ങളാണ് ഹൃദയത്തെ പേറി നമ്മുടെ ഒരു കൈമുഷ്ടിയോളം വലുപ്പമുള്ള ഈ കുഞ്ഞവയവത്തെ നമ്മൾ തകർത്ത് കളയുന്നത്. തുറക്കാം, ഹൃദയം തുറക്കാം, നല്ല മനുഷ്യബന്ധങ്ങളിലേക്കും ദൈവിക ബന്ധങ്ങളിലേക്കും. നമ്മുടെ നിക്ഷേപങ്ങളെല്ലാം നന്മയുടെ വഴികളിലാണെങ്കിൽ ഹൃദയവും അവിടെ ഉണ്ടാകും. അതാണല്ലോ നസ്രായൻ പറഞ്ഞത്, നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. അവസാനമായി ഹൃദയപൂർവ്വം നിന്നോട് പറയട്ടെ, കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.